ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലിറ്റ്സ് വിയ മലയാളം. ഇന്ന് നമ്മൾ +1 ഇംഗ്ലീഷിൻ്റെ യൂണിറ്റ് 1 ലാസ്റ്റ് ആക്ടിവിറ്റി ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് വർക്ക് എങ്ങനെയാണ് ചെയ്യുകയെന്നാണ് നോക്കാൻ പോകുന്നത്. ഇതിന് മുന്നേയുള്ള എല്ലാ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഞാൻ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ +1 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആൻഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാതെ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് കരുതിയിട്ടാണ് പ്രോജക്റ്റ് ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. സോ നമുക്ക് എങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ചെയ്യാമെന്നൊന്ന് നോക്കിയാലോ. സോ നിങ്ങളുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ റെക്കോർഡാണ്. കളക്ഷൻ റെക്കോർഡ് മേ ബി നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും അല്ലേ. നമ്മൾ ചെറുപ്പം തൊട്ടേ ഒരുപാട് കളക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പല ടൈപ്പ് കളക്ഷൻസ് അല്ലേ, സ്റ്റാമ്പ് കളക്ഷൻ, കോയിൻ കളക്ഷൻ, ചിലർക്കൊക്കെ ചോക്ലേറ്റ് കളക്ഷൻ, അങ്ങനെ വെറൈറ്റീസ് ആയിട്ടുള്ള പല കളക്ഷൻസും നമുക്ക് ചൈൽഡ്ഹുഡിലൊക്കെ ഉണ്ടാവും അല്ലേ. സോ അതേപോലത്തെ ഒരു കളക്ഷൻ റെക്കോർഡാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ കളക്ഷൻ റെക്കോർഡ് എന്താണ് എന്ന് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. സോ കളക്ഷൻ റെക്കോർഡ് എന്ന് പറയുമ്പോൾ ഒരു തീം ഉണ്ടാവും. ഇവിടുത്തെ നമ്മളുടെ തീം എന്ന് പറയുന്നത് എമ്പതി ഇൻ ഹ്യൂമൻ റിലേഷൻസ് എന്ന് പറയുന്നതാണ്. സോ നമ്മുടെ ഈ ഓൾ യൂണിറ്റിൽ നമ്മൾ പല കൈൻഡ്സ് ഓഫ് എമ്പതി കണ്ടിട്ടുണ്ട് അല്ലേ. ഫൂഫി ആയിക്കോട്ടെ, നമ്മുടെ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ് ആയിക്കോട്ടെ, നമ്മുടെ പോയമായിരുന്നു അല്ലേ, ഹാപ്പിനെസ് എന്ന് പറയുന്ന നമ്മുടെ പോയം ആയിക്കോട്ടെ, അതിലൊക്കെ നമ്മൾ ഒരുപാട് കൈൻഡ് ഓഫ് എമ്പതി കണ്ടിട്ടുണ്ട്. അതുതന്നെയാണ് നമ്മുടെ തീം എന്ന് പറയുന്നത്. സോ ഈ ഒരു തീമിനെ ബേസ് ചെയ്ത് വേണ്ടി മാത്രമായിരിക്കണം നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഈ ഒരു റെക്കോർഡ് ഉണ്ടാക്കുന്നത്. സോ ഈ തീമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി കൂടിയാണ് പ്രോജക്റ്റ് റെക്കോർഡ്. ഇപ്പോൾ ചിലർ പറയും എനിക്ക് അത്രയും ക്രിയേറ്റിവിറ്റി ഒന്നും ഇല്ല, പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ തന്നെ ഇത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ചില പിക്ചേഴ്സും അതിന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ചില കോഡ്സും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഒരു കളക്ഷൻ റെക്കോർഡ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു നോട്ട്ബുക്കിൽ നോട്ട് എഴുതുന്നത് പോലെയോ എക്സാം ഷീറ്റിൽ അതിൻ്റെ ഒരു ആൻസർ എഴുതുന്നത് പോലെയോ ആവരുത് നമ്മളൊരു കളക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പം. ഇത് നമ്മുടെ പ്രോജക്റ്റാണ് അല്ലേ. സോ ടീച്ചേഴ്സ് എപ്പോഴും എന്താ നോക്കുക, എന്തൊക്കെ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് നോക്കുക. എന്ന് വെച്ച് നിങ്ങൾ ഒരുപാട് സമയം കളയണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസ് അനുസരിച്ച്, നിങ്ങളുടെ ഓരോരുത്തരുടെയും പേഴ്സ്പെക്റ്റീവ്സ് അനുസരിച്ചിട്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ഒരു ബേസിക് ലെവലിലുള്ള ഒരു കളക്ഷൻ റെക്കോർഡ് എങ്ങനെ ചെയ്യാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഒരു കളക്ഷൻ റെക്കോർഡ്സിൽ നമുക്ക് ഡൈവേഴ്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. അതിന് എക്സാമ്പിൾസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പേഴ്സണൽ അനക്ഡോട്ട്സ്, കീ മൊമെൻറ്റ്സ് ഇൻ ലൈഫ്, ഷോർട്ട് പോയംസ്, സ്റ്റോറീസ്, ഡ്രോയിങ്സ്, പിക്ചേഴ്സ്, ന്യൂസ് പേപ്പേഴ്സ്, ക്ലിപ്പിങ്സ്, പേഴ്സണൽ ടേക്ക് അവേ മെസ്സേജസ്. അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒരു റെക്കോർഡിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പം എന്താണ് എമ്പതി, നമ്മുടെ തീം എന്ന് പറയുന്നത് എമ്പതിയാണ്. എമ്പതി എന്താ നമ്മൾ ഒരുപാട് തവണ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയാം. എന്താണ് എമ്പതി, നിങ്ങൾക്കൊക്കെ അറിയാമല്ലേ. എമ്പതി എന്ന് പറയുമ്പം നമുക്ക് വേറൊരാളുടെ സങ്കടം നമ്മുടേതായിട്ട് തോന്നുക, അല്ലെങ്കിൽ വേറൊരാളിൽ നിന്ന് നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ അവരെ സഹായിക്കുക. ഓക്കെ, നമ്മൾ ഹ്യൂമാനിറ്റിക്ക് അല്ലെങ്കിൽ ഹ്യൂമൻസിന് വേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ് എമ്പതി എന്ന് പറയുന്നത്. സിമ്പതി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മൾ അയ്യോ പാവം എന്ന് നമുക്കൊരാളെ പറ്റി തോന്നുന്നു, അല്ലെങ്കിൽ ഭയങ്കര അനുകമ്പ തോന്നുന്നതാണ് സിമ്പതി. ബട്ട് എമ്പതി എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ഡീപ്പ്, കുറച്ചൊരു ഡീപ്പായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. വേറൊരാളുടെ സങ്കടം അല്ലെങ്കിൽ വേറൊരാളുടെ വിഷമം അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ എമ്പതി എന്ന് പറയുക. മേ ബി നമുക്ക് അവരെ കുറ്റം പറയായിരിക്കും, നീ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്. പക്ഷേ അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി നമ്മൾ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നം മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ എമ്പതി എന്ന് പറയുക. സോ മോർ ദാൻ സിമ്പതി നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്താണ്, എമ്പതിയാണ് അല്ലേ. സോ അതാണ് നമ്മുടെ തീം. വളരെ നല്ലൊരു തീമാണ് അല്ലേ. അപ്പോൾ അത് വെച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുറച്ച് എക്സാമ്പിൾസാണ് ഞാനിവിടെ കൊടുക്കുന്നത്. സോ അതിന് മുന്നേ തന്നെ നമുക്കിവിടെ ഒരു ക്രൈറ്റീരിയ ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ്, നമുക്ക് ആ തീം മനസ്സിലായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 8 മാർക്ക്. നിങ്ങൾക്കത് ലെസണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ലെസൺസുമായിട്ട് ഇത് കണക്ട് ചെയ്യണം കേട്ടോ. അവിടെ നിങ്ങൾക്കൊരു 5 മാർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പേഴ്സണൽ റിഫ്ലക്ഷൻ, നിങ്ങൾ പേഴ്സണൽ എക്സ്പീരിയൻസുകൾ എഴുതിയിട്ടുണ്ടോ, പേഴ്സണൽ ആയിട്ടുള്ള തോട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ, റിഫ്ലക്ഷൻസ് ഉണ്ടോ, എങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക്. ക്രിയേറ്റീവ് എഫേർട്ട്, ക്രിയേറ്റിവിറ്റി വേണം അല്ലേ. നമ്മൾ വെറുതെ ഒരു മാർജിൻ വരച്ച് നടുക്ക് എഴുതുന്നതിനേക്കാൾ കൂടുതൽ പിക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത്, കോഡ്സ് ഇൻക്ലൂഡ് ചെയ്ത്, അതിൽ കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ മാർക്ക് കിട്ടും. ലൈക്ക് ദാറ്റ്, അതെങ്ങനെയാണ് നമ്മൾ ഓർഗനൈസ് ചെയ്തത്, ഒരു ഓർഡർ ഉണ്ടോ, അതിൻ്റെ പ്രസൻറ്റേഷൻ, നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു റെക്കോർഡ് എന്ന് പറയുന്നത് 4 to 5 pages എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ സ്കൂളിൽ നിന്ന് കുറച്ച് വേറെ
ഇൻസ്ട്രക്ഷൻസ് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ടെക്സ്റ്റ് പറയുന്നത് 5 പേജസ് അല്ലെങ്കിൽ 4 to 5 പേജസ് ആണ്. നിങ്ങൾക്കതൊരു 5 to 6 പേജസ് ഒക്കെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എഴുതാം. അപ്പോൾ ആ ഒരു അത്രയും മെഷർമെൻറ്റ് ഓഫ് പേജസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നിങ്ങളുടെ പേരും ക്ലാസ്സും ഡിവിഷനും ഒക്കെ നിങ്ങൾ എഴുതണം. അത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്കൊരു ടൈറ്റിൽ പേജ് കൊടുക്കാം. അത് കൊടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്താണ്, എമ്പതി ഇൻ ഹ്യൂമൻ റിലേഷൻ എന്നാണ് നമ്മുടെ ടൈറ്റിൽ. സോ ഒരു A4 എടുത്ത് അതിൻ്റെ മിഡിൽ നല്ല ഫോണ്ടിൽ കുറച്ച് പിക്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് ആ ടൈറ്റിൽ എഴുതാം. ആൻഡ് ഈ പേജൊന്നും നിങ്ങൾ ആ 4 to 5 കൗണ്ട് ചെയ്ത് കേട്ടോ. നമ്മൾ എഴുതുന്ന പേജുകൾ മാത്രമേ കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ ടൈറ്റിൽ പേജൊക്കെ ഒരു അഡീഷണൽ പേജാണ്. നിങ്ങളുടെ ഫ്രണ്ട് പേജ് ടൈറ്റിൽ പേജൊന്നും നിങ്ങൾ ഈ 4 to 5 ഇൻക്ലൂഡ് ചെയ്യരുത്. സോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വാക്കിംഗ് ഇൻ അനദർ പേഴ്സൺസ് ഷൂ എന്ന് പറഞ്ഞിട്ട് ഒരു കോട്ടൊക്കെ എഴുതാം. വാട്ട് ഈസ് എമ്പതി എന്നൊരു ടൈറ്റിൽ കൊടുക്കാം. എന്നിട്ട് വാക്കിംഗ് ഇൻ അനദർ പേഴ്സൺസ് ഷൂ എന്ന് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫോമലായിട്ട് എന്താണ് എമ്പതി എന്നുള്ളത് കുറച്ച് ഡിസ്ക്രൈബ് ചെയ്ത് അടുത്ത പേജിൽ എഴുതാം. സോ വാട്ട് ഈസ് എമ്പതി, ഞാൻ തന്നെ കൊടുത്ത കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് ആണിത്. നിങ്ങൾ ഇതേ ഓർഡറിൽ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ ചെയ്യാം. ഞാൻ എൻ്റെതായ ഒരു ഓർഡറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എമ്പതി ഈസ് ദ ability to understand and share another person's feelings. It means trying to look at a situation from another person's point of view and understand what they may be experiencing. Empathy helps us build healthy relationships. It teaches us to listen without judging, respect people's feelings, and offer support when someone is going through a difficult situation. സോ ഇത് ഞാൻ ബ്രീഫ് ചെയ്ത് കൊടുത്ത ഒരു ഡെഫിനിഷനാണ്. ഇത് നിങ്ങൾക്ക് ഒരു A4 എടുത്ത് നല്ലൊരു ബോർഡറൊക്കെ കൊടുത്ത് ഡിസൈനൊക്കെ വരച്ച് മിഡിലായിട്ട് എഴുതിയാൽ ഇതൊരു A4 ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഫസ്റ്റ് പേജ് എഴുതാം. ദെൻ ഹൗ ക്യാൻ വി ഷോ എമ്പതി? ലിസൺ, ഗിവ് പീപ്പിൾ യുവർ അറ്റൻഷൻ. ഇത് നിങ്ങൾക്ക് 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് നമ്പർ ഇട്ടിട്ട് എഴുതാം കേട്ടോ. ദെൻ അണ്ടർസ്റ്റാൻഡ്, ട്രൈ ടു സീ തിങ്സ് ഫ്രം ദെയർ പോയിൻ്റ് ഓഫ് വ്യൂ. ഹെൽപ്പ്, ഓഫർ സപ്പോർട്ട് വെൻ ദേ നീഡ് ഇറ്റ്. റെസ്പെക്റ്റ്, accept their feelings and differences. Lastly, care, show kindness through our actions. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹൗ ക്യാൻ ബി ഷോ എമ്പതി എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കൊടുത്ത് നെക്സ്റ്റ് പേജിൽ എഴുതാം. അഗെയിൻ ഇതൊന്നും എഴുതണം എന്നല്ല ഞാൻ പറയുന്നത്, ഇതൊരു ഐഡിയ ആയിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് മോഡിഫിക്കേഷൻസ് വരുത്താം. ഓക്കെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ആദ്യം പറഞ്ഞ രണ്ടും എഴുതിയിട്ടില്ലെങ്കിലും ഇത് നിങ്ങൾ കമ്പൽസറി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിതിന് മാർക്കുണ്ട്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ പഠിച്ച ലെസണുമായിട്ട് എമ്പതിനെ കണക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. സോ യു ഷുഡ് റൈറ്റ് ദിസ്. നിങ്ങൾക്കിനിയിപ്പം ഫൂഫിയാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് എങ്കിൽ എമ്പതി ഇൻ ഫൂഫി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫൂഫിയിലെ എമ്പതി തോന്നിയ എന്തൊക്കെ സന്ദർഭങ്ങളാണോ അതെടുത്ത് എഴുതാം. ഞാനിവിടെ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ് ആണ് എഴുതിയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ എഴുതാം. ഓക്കെ. T.S. Arthur's An Angel in Disguise present a powerful example of empathy and compassion. Maggie is a weak and helpless child who is left without proper care. The villagers see her mainly as a burden because she cannot work or contribute to the household. Joe Thompson looks at Maggie differently. Instead of thinking only about her physical condition, he recognizes her sufferings and decides to take her home. Initially, Mrs. Thompson is irritated by Joy's decision. She worries about the responsibilities of caring for Maggie. However, as she spends time with the child, her feelings gradually change. She begins to understand Maggie's loneliness and helplessness and treats her with affection. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എൻ്റെതായ രീതിയിൽ എമ്പതി എങ്ങനെയാണ് കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് എഴുതിയതാണ്. യു ക്യാൻ മേക്ക് ഡിഫറൻസസ്. ഓക്കെ, ഇതുപോലെ തന്നെ എഴുതണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്കിനി ഫൂഫിയിൽ വേണമെങ്കിൽ അതിലേതെങ്കിലും ഒരു മൊമെൻ്റ് എടുത്തിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാം. ദ നെക്സ്റ്റ് തിങ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. എന്താണ്? കോഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു A4 എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എമ്പതി റിലേറ്റഡ് ആയിട്ടുള്ള കോഡ്സൊക്കെ സെർച്ച് ചെയ്ത് അത് പല പല ഡയമെൻഷനൊക്കെ ആക്കി പല ഡിസൈൻസൊക്കെ ആക്കി അതിൻ്റെ കൂടെ കുറേ പിക്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാം. ഞാനിവിടെ സിമ്പിളായിട്ടുള്ള കുറച്ച് കോഡ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതിലും കുറച്ചും കൂടെ വലിയ കോഡ്സൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ കിട്ടുന്നതായിരിക്കും. അതൊക്കെ എന്ത് ചെയ്യാം, എടുത്തിട്ട് നല്ല നീറ്റായിട്ട് എഴുതാം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നേരത്തെ എങ്ങനെയാണ് ഒരു ലെസണിനെ എമ്പതിയായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള അനക്ടോടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഗൈഡ് ലൈനിൽ അതിന് സെപ്പറേറ്റ് മാർക്കുണ്ട്. സോ നിങ്ങളൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ, അങ്ങനെ നിങ്ങളുടെ പേഴ്സണലി ഉള്ളൊരു കാര്യം കൂടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം.
സോ ഇപ്പോൾ ഞാനിവിടെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് എഴുതിയിട്ട് ഇതേപോലെ കൊടുക്കാം. ഇത് ഞാനിവിടെ ഒരു മോഡൽ കൊടുത്തതാണ്. സോ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു ടൈറ്റിൽ കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പം നിങ്ങൾ എഴുതുന്നത് എന്ത് ടൈപ്പ് ഓഫ് എമ്പതി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റിയൊരു ടൈറ്റിലാണ് ഞാനിവിടെ കൊടുത്തത്. എ മൊമെൻറ്റ് വെൻ ഐ ചൂസ് ടു കെയർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് മാറ്റാം, എന്തെങ്കിലുമൊക്കെ ഒരു ടൈറ്റിൽ കൊടുക്കാം. ആൻഡ് ഇവിടെ ഞാൻ എഴുതിയത് എന്താണ്, വൺ ഡേ ഐ നോട്ടീസ്ഡ് വൺ ഓഫ് മൈ ക്ലാസ്മേറ്റ്സ് സിറ്റിംഗ് അലോൺ ആൻഡ് ലുക്കിംഗ് അപ്സെറ്റ്. ഇൻസ്റ്റെഡ് ഓഫ് ഇഗ്നോറിംഗ് ഹെർ I sat beside her and asked if she was okay. At first, she did not want to talk. After some time, she shared what was troubling her. I listened to her patiently without judging her. I couldn't solve her problem, but I stayed with her and encouraged her. Later, she smiled and thanked me for listening. That small experience taught me that empathy doesn't always require big action. Sometimes simply being there for someone can make them feel better. സോ പ്രത്യേകിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്നും ഓർമ്മ വരുന്നില്ലെങ്കിൽ ഇങ്ങനെയൊരു സാധനം ഉണ്ടാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. എമ്പതി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൽ എഴുതണം, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് എമ്പതി അറൗണ്ടസ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തതാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യാം. ഓൾറെഡി നമുക്കൊരു 5 പേജസ് മതി. അപ്പോൾ എല്ലാവരും എഴുതണമെന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണമെങ്കിൽ ഡിഫറെൻറ്റ് സാധനങ്ങൾ എഴുതാം. എല്ലാവരും ഒരുപോലെ ആവണ്ടല്ലോ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറേ ഓപ്ഷൻസ് കൊടുക്കുന്നത്. സോ നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ എമ്പതി കാണിക്കാം. എൽഡർ ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് എമ്പതി കൊടുക്കാം അല്ലേ. അവർക്ക് കുറച്ച് ടൈം കൊടുത്ത് അറ്റൻഷൻ കൊടുത്ത് ഒന്ന് അവരെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാരി ചെയ്ത് എമ്പതി കാണിക്കാം. ഇനി ഒരു സമ്മൺ ഇൻ നീഡ് ആണെങ്കിൽ ആവശ്യമുള്ള ആൾക്കാർക്ക് ഫുഡും ക്ലോത്തിങ്ങും എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എമ്പതി കാണിക്കാം. ഒരു ഫ്രണ്ടിനെ വളരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൊമെൻറ്റിൽ നമുക്ക് സഹായിക്കാം. അല്ലെങ്കിൽ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ആനിമൽ, അവരോടും നമുക്ക് എമ്പതി കാണിക്കാം അല്ലേ. ഫുഡ് കൊടുക്കാം, വാട്ടർ കൊടുക്കാം, നറിഷ്മെൻറ്റ് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചുറ്റുമുള്ളവരോടൊക്കെ നമ്മൾ എങ്ങനെയാണ് എമ്പതി കാണിക്കുക എന്നുള്ളത് ഞാൻ ചുരുക്കി എഴുതിയതാണ്. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ അത് എഴുതിയെടുക്കാം. ദ നെക്സ്റ്റ് തിങ് ഈസ് ഓൾസോ ഓപ്ഷണൽ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇൻക്ലൂഡ് ചെയ്യാം, കമ്പൽസറി അല്ല. മൈ എമ്പതി പ്രോമിസസ് എന്ന് പറഞ്ഞ് കുറച്ച് ക്രിയേറ്റീവായിട്ട് ഞാൻ കൊടുത്ത കാര്യങ്ങളാണ്. എങ്ങനെയൊക്കെ നമുക്ക് എമ്പതി കാണിക്കാം. ലിസൺ ചെയ്യാം, റെസ്പെക്റ്റ് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാം, കെയറിങ് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന പോയിൻറ്റ്സ് ആഡ് ചെയ്തിട്ട് മൈ എമ്പതി പ്രോമിസസ് എന്ന് പറഞ്ഞിട്ടൊരു പേജിൽ കുറച്ച് പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാം. ഇനി ഞാൻ കൊടുക്കുന്നത് കുറച്ച് പിക്ചേഴ്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പിക്ചേഴ്സ് വരയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം, പ്രിൻ്റ് എടുത്തിട്ട് ഒട്ടിക്കാം. ഇതിൽ ചില സിമ്പിളായിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പിക്ചർ വേണമെങ്കിൽ ഡ്രോയിങ് അറിയില്ല എന്ന് പറയുന്നവർക്കും സിമ്പിളായിട്ട് വരയ്ക്കാം അല്ലേ. ഇതും നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാം. അങ്ങനത്തെ കുറച്ച് പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇതൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്ത പിക്ചേഴ്സാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പിക്ചേഴ്സ് കിട്ടും. സോ നിങ്ങൾക്ക് കൂടുതൽ പിക്ചേഴ്സൊക്കെ എന്ത് ചെയ്യാം, ഇലോബറേറ്റ് ചെയ്ത് ആഡ് ചെയ്യാം. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ന്യൂസ് പേപ്പർ ക്ലിപ്പിങ്സ്. നമ്മളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ക്രൈറ്റീരിയയിലുണ്ട്. സോ നിങ്ങൾ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് നിങ്ങൾക്ക് ഡയറക്റ്റ് വീട്ടിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഗൂഗിളിൽ ന്യൂസ് പേപ്പർ ക്ലിപ്പിങ്സ് സെർച്ച് ചെയ്യാം. എമ്പതി റിലേറ്റഡ് ന്യൂസ് സെർച്ച് ചെയ്താൽ കുറച്ച് ന്യൂസസ് വരും. അതിൽ റെലവൻ്റ് ആയിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള ഈ അടുത്തിടെ നടന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാം, പ്രിൻ്റ് ചെയ്ത് ഒട്ടിക്കാം. ഇപ്പം ഞാൻ തൽക്കാലം ഇവിടെ 2 ക്ലിപ്പിംഗ് ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എന്ത് ചെയ്യാം, കൊളാഷ് പോലെ ഒരു പേജിൽ ഒരു 5-6 എണ്ണമൊക്കെ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഒക്കെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലൊക്കെ ഒട്ടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ചെറുതായിട്ടൊരു ഔട്ട്ലൈൻ, ഒരു ഫ്രെയിം വർക്ക് പോലെ തന്നത്. നിങ്ങൾക്കിതിന്ന് വേണ്ട കാര്യങ്ങളൊക്കെ എടുക്കാം, ഒഴിവാക്കേണ്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ട് പോയം എഴുതാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എമ്പതിയെ പറ്റി ഒരു പോയം എഴുതാം, ഒരു ഷോർട്ട് സ്റ്റോറി എഴുതാം. അതൊക്കെ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഏകദേശം ഇത്രയൊക്കെ എഴുതി വരുമ്പോൾ തന്നെ മോർ ദാൻ 5 പേജസ് ആവും. ഞാൻ അതിനും കുറച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഐഡിയാസ് അനുസരിച്ച് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് ഇത് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരിക്കലും നിങ്ങളൊരു പ്രാക്ടിക്കൽ വർക്ക് മാത്രമായിട്ട് കാണാതെ നിങ്ങൾ എന്ത് ചെയ്യണം, എമ്പതി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നതോടുകൂടി നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എമ്പതി കൊണ്ടുവരണം. ഓക്കെ, അതാണ് നമ്മളിതിൽ നിന്നും കിട്ടേണ്ട ഒരു കാര്യം. നമ്മൾ ഇനിയും മുന്നോട്ട് ജീവിതത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്തായാലും വേണ്ട ഒരു വാല്യൂ ആണ് എമ്പതി. നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ്, അവരുടെ സിറ്റുവേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം. നമ്മളിനി നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഡിഗ്രി ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ PG ചെയ്യും. നിങ്ങൾ ഓരോ സമയത്തും നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, എത്രത്തോളം സെൽഫിഷാണ് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെന്ന് മനസ്സിലാവും.
അപ്പം നമ്മൾ അവരെ പോലെ ആവാതിരിക്കുക, നമ്മളെല്ലാവരോടും എമ്പതി കാണിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുന്നതിന് പിന്നിലൊക്കെ ഉള്ളൊരു കോറായിട്ടുള്ള ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ എമ്പതി കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ ആ ഒരു വാല്യൂ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാൻ പറ്റും. അതേപോലെ തന്നെ ആ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ വർക്കും നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ ഒരു ഭയങ്കര ടഫായിട്ടുള്ള ഒരു അസൈൻമെൻറ്റ് പോലെ ഇത് കാണാതെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു വാല്യൂ ആണിത്. സോ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയി ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ആൻഡ് ഓൾസോ നമ്മളെ വീഡിയോസ് കാണുന്ന 98.6% ആൾക്കാരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. പ്ലീസ് ടു സബ്സ്ക്രൈബ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോസ് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടും പറ്റുള്ളൂ. സോ പ്ലീസ് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോസ്. Thank you all. Thank you so much for watching.